നമ്മൾ കുറൂരമ്മയുടെയും വില്ലുമംഗലം സ്വാമിയാരുടെയൊക്കെ ഒരുപാട് കഥകൾ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നും കൂടെ നോക്കാം. പണ്ട് കുറൂരമ്മയുടെ ഇല്ലത്തിനടുത്ത് വില്ലുമംഗലം സ്വാമിയാർ എത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞ കുറൂരമ്മ ഒരു ദൂതനെ വിട്ടിട്ട് സ്വാമിയാരെ ഭിക്ഷയ്ക്ക് ക്ഷണിച്ചു. സ്വാമിയാരുടെ സിദ്ധികളെക്കുറിച്ചൊക്കെ കുറൂരമ്മ ധാരാളം കേട്ടിട്ടുണ്ട്. പക്ഷേ അന്തപുരവാസിയായി അവർക്ക് അദ്ദേഹത്തെ നേരിൽ കാണാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഭിക്ഷയ്ക്ക് ക്ഷണം കിട്ടിയ വില്ലുമംഗലം സ്വാമിയാർ സന്തോഷത്തോടെ ക്ഷണം സ്വീകരിച്ചു. അന്നേക്ക് 3-ാം ദിവസം ഭിക്ഷയ്ക്ക് കുറൂരമ്മയുടെ ഇല്ലത്തേക്ക് ചെന്നുകൊള്ളാമെന്ന് വില്ലുമംഗലം സ്വാമിയാർ വാക്കും കൊടുത്തു. അങ്ങനെ കുറൂരമ്മ സദ്യയ്ക്ക് വേണ്ടതൊക്കെ വട്ടം കൂട്ടി തുടങ്ങി. ഭിക്ഷയ്ക്ക് ചെല്ലേണ്ടതിൻ്റെ തലേ ദിവസമാണ് നാട്ടിലെ ജന്മിയും വേദജ്ഞനുമായിരുന്ന ചെമ്മങ്ങാട്ടു ഭട്ടതിരി സ്വാമിയെ ഭിക്ഷയ്ക്ക് ക്ഷണിച്ചത്. അപ്പോൾ വില്ലുമംഗലം പറയുകയാണ്, താൻ അന്നേ ദിവസം കുറൂരമ്മയുടെ ഇല്ലത്തെ ഭിക്ഷ സ്വീകരിക്കാമെന്ന് ഏറ്റിട്ടുണ്ട്, അതുകൊണ്ട് അന്ന് വരാൻ പറ്റില്ല എന്ന് വില്ലുമംഗലം അറിയിച്ചു. പക്ഷെ ഭട്ടതിരിക്ക് അതേ ദിവസം തന്നെ സ്വാമിയാർക്ക് ഭിക്ഷ നൽകണമെന്ന് വാശിയായി. വിളമ്പിത്തരാൻ ഗൃഹസ്ഥനില്ലാത്ത കുറൂരമ്മയുടെ ഇല്ലത്ത് എങ്ങനെയാണ് ഭിക്ഷ കൊള്ളുക എന്ന വാദം ചെമ്മങ്ങാട്ട് ഭട്ടതിരി ഉന്നയിച്ചു. ഇങ്ങനെയൊരു കാരണം കിട്ടിയപ്പോൾ ഭട്ടതിരിയുടെ നിർബന്ധത്തിന് വില്ലുമംഗലം വഴങ്ങി. അങ്ങനെ ചെമ്മങ്ങാട്ട് ഭട്ടതിരിയുടെ ഇല്ലത്ത് വരാമെന്ന് സ്വാമിയാർ വാക്കുകൊടുത്തു. അന്നേ ദിവസം ചെമ്മങ്ങാട്ടമ്മ കുളക്കടവിൽ വെച്ച് കുറൂരമ്മയോട് പറയുകയാണ്, വെള്ളം തെറിപ്പിച്ച് അശുദ്ധിയാക്കരുത്, ഇന്ന് വില്ലുമംഗലം സ്വാമിയാർ ഇല്ലത്ത് ഭിക്ഷയ്ക്ക് എഴുന്നള്ളുന്നുണ്ട്, ശുദ്ധമായിട്ട് വേണം വെപ്പുപണി തുടങ്ങാൻ. ധാർഷ്ട്യത്തോടെയുള്ള ചെമ്മങ്ങാട്ടമ്മ ഇത്രയും പറഞ്ഞപ്പോൾ കുറൂരമ്മ മറുപടി പറഞ്ഞു, ഇന്നത്തെ ഭിക്ഷ എൻ്റെ ഇല്ലത്താണ്, സ്വാമിയാർ ഏറ്റിട്ടുണ്ട് എന്ന് പറഞ്ഞു. ചെമ്മങ്ങാട്ടമ്മയും വിട്ടുകൊടുത്തില്ല. സ്വാമിയാർ സ്ത്രീജനങ്ങളെ നേരിട്ട് കാണില്ല, വിളമ്പാൻ ഒരു ആൺതരി പോലും ഇല്ലാത്തിടത്ത് അദ്ദേഹം എങ്ങനെയാണ് ഭിക്ഷ ഏൽക്കുക? ഇത് കേട്ട് ഒന്നും മിണ്ടാണ്ട് ഭയങ്കര സങ്കടത്തോടെ കുറൂരമ്മ ഇല്ലത്തേക്ക് പോയി. അവിടെ ചെന്നപ്പണ്ട് ഉപനയനം കഴിഞ്ഞ ഒരു ചെറിയൊരു ഉണ്ണി ഇല്ലത്തിരിക്കണു. കുറൂരമ്മയെ കണ്ടത് ഉണ്ണി പറഞ്ഞു, അമ്മേ, ഞാൻ മേലെടുത്ത് ഇല്ലത്തെ ഉണ്ണിയാണ്, ഇന്ന് വില്ലുമംഗലം ഭിക്ഷയ്ക്ക് വരുന്ന ദിവസമല്ലേ, അമ്മയെ അടുക്കളയിൽ സഹായിക്കാനും സ്വാമിയാർക്ക് ഭിക്ഷ വിളമ്പാനൊക്കെ ഞാൻ സഹായിക്കാം. നിയന്ത്രിക്കാനാവാത്ത സന്തോഷത്തോടെ ആ ഉണ്ണിയുടെ മൂർധാവിൽ കൈവച്ചുകൊണ്ട് കുറൂരമ്മ പറയുകയാണ്, ഗുരുവായൂരപ്പൻ എൻ്റെ സങ്കടം അറിഞ്ഞ് ഉണ്ണിയെ ഇങ്ങോട്ട് അയച്ചതാണ്, എനിക്ക് സന്തോഷമായി. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഭിക്ഷയ്ക്കുള്ളതൊക്കെ വട്ടം കൂട്ടിയിട്ട് സ്വാമിയാരെ കാത്ത് ഇരിപ്പായി. അതേസമയം വില്ലുമംഗലം ഭിക്ഷയ്ക്ക് പോകാൻ ഒരുങ്ങിക്കൊണ്ട് ചെമ്മങ്ങാട്ടേക്കാണ് പുറപ്പെട്ടത്. സ്വാമിയാർ പുറപ്പെടുമ്പോൾ മംഗളസൂചകമായിട്ട് ശംഖ് മുഴക്കുന്നൊരു പതിവുണ്ട്. അപ്പോൾ ആ ഭൃത്യൻ ശംഖ് ഊതാൻ ആരംഭിച്ചു. എന്താ പറയാന്നറിയില്ല, ശംഖിന് ശബ്ദമില്ല. മറ്റ് പലരും ശ്രമിച്ചിട്ടും ശംഖധ്വനി പുറത്തു വരുന്നില്ല. സ്വാമിയാരും പരിഭ്രമിച്ചു. അല്പം ഒന്ന് ആലോചിച്ചപ്പോൾ കുറൂരമ്മയോടുണ്ടായ അവഗണനയാവാം ഇതിൻ്റെ കാരണമെന്ന് അദ്ദേഹം ഊഹിച്ചു. ആട്ടെ, ഇന്നത്തെ ഭിക്ഷയ്ക്ക് കുറൂരില്ലത്തേക്ക് തന്നെ നടന്നുകൊള്ളുക, ശംഖ് മുഴങ്ങട്ടെ. അതാ ശംഖിൽ നിന്നും ഗംഭീരമായിട്ട് മുഴക്കം പുറത്തു വരണു. സ്വാമിയാർ കുറൂരില്ലത്തെത്തി. അവിടെ കാല് കഴിക്കാൻ കിണ്ടിയുമായിട്ട് അല്പം കറുത്ത് സുന്ദരനായ ഒരു ഉണ്ണി ഒരുങ്ങി നിൽക്കണു. ഭിക്ഷയ്ക്ക് വിളമ്പാനും കുടിനീർ വീഴ്ത്താനും ആ ഉണ്ണി തന്നെ. സ്വാമിയാർ അതിശയിച്ചുകൊണ്ട് ഉണ്ണിയോട് ചോദിച്ചു, ഉണ്ണി എവിടത്തെയാണ്? കുറൂരമ്മയുടെ ചാർച്ചക്കാരനാണോ? അപ്പോൾ ഉണ്ണി പറയണം, ഞാൻ ഇവിടെയൊക്കെ ഉള്ളത് തന്നെയാണ്, കുറൂരമ്മയുടെ അടുത്ത ബന്ധുവും, സ്വാമിയാരെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണാറുമുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞ പാത്രവുമായിട്ട് അകത്തേക്ക് പോയ ഉണ്ണിയെ പിന്നെ ആരും കണ്ടില്ല. പോകുമ്പോൾ നേരിയ ഒരു കിങ്ങിണിയുടെ സ്വരം കേട്ടതായിട്ട് സ്വാമിയാർക്ക് തോന്നി. കുറൂരമ്മയുടെ വിളമ്പൽക്കാരനായി വന്നത് ഗുരുവായൂരപ്പൻ തന്നെയാണെന്ന് സ്വാമിയാർക്ക് ബോധ്യമായി. തനിക്ക് ഭഗവാനെ തിരിച്ചറിയാൻ കഴിയാത്തതിൽ അദ്ദേഹത്തിന് വല്ലാത്ത ജാള്യത തോന്നി.